എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? എൻ്റെ വയല് കൊള്ളാം, അടിപൊളി വയലാ. പക്ഷേ അത് നേരെ അങ്ങോട്ട് തിരിഞ്ഞിക്കണം. എൻ്റെ ബാക്കിലുണ്ട് രണ്ടെണ്ണം കുത്തിറക്കണേ, ആ അൻവരും കുഞ്ഞമ്പതും. പിന്നെ ഇജ്ജ് കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കിയിട്ടും ഈ പ്രസംഗം അങ്ങോട്ടാ നടത്തേണ്ടത്, ഇങ്ങോട്ടല്ല. മനസ്സിലായോ? ഞാൻ 2 ക്ലിപ്പിട്ട് കാണിച്ചു തരാം. 2 ബർക്കത്തിന് വേണ്ടി 2 മാത്രം. ബാക്കിൻ്റെ അടുത്ത് 100 കണക്കിനുണ്ട്. നീ ചോദിച്ചോ, ഞാൻ കാണിക്കാൻ റെഡിയാ. മനസ്സിലായോ? 2 കാണിച്ചതാ. ഈ സംസ്കാരം ഇവിടുന്ന് കിട്ടി? ഇതാരാ പഠിപ്പിച്ചത്? എൻ്റെ ഷെയ്ഖ് മുറബിയല്ലേ, ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ആളല്ലേ? ഓൻ്റെ മുരീദന്മാരെ തൊള്ളിയിൽ നിന്ന് ഇങ്ങനെ വരാൻ പാടുണ്ടോ? ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട്, ഡസൻ കണക്കിന് തോന്നിയ ദിവസം വിളിക്കുന്നുണ്ട്. അതിലപ്പുറം തറായിട്ട് ഒരു സാധാരണക്കാർ പോലും പറയാൻ ഇറക്കുന്ന വാക്കും പദപ്രയോഗങ്ങളിടോ എൻ്റെ ഒപ്പം നടക്കുന്നവരിൽ നടത്തുന്നുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്നവരിൽ നടത്തുന്നുണ്ട്. ഇത് ഇങ്ങോട്ടാ വെടിക്കുന്നുണ്ട്, അങ്ങോട്ട് വെക്ക് വെടി. തിരിഞ്ഞ് മൈക്ക് സ്റ്റാൻഡ് ആണ്ട് തിരിച്ചേക്ക്. എന്നിട്ട് ആദ്യം സ്റ്റേജിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക്, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ സംസ്കാരം? നിങ്ങളാരാത് പഠിപ്പിച്ചത്? അപ്പോൾ പറയും, ഹായ് അമ്മ ഷെയ്ഖ് തന്നെ, നമ്മളെ മുറബിയ ഷെയ്ഖ് ഉണ്ടല്ലോ ലോകം നിയന്ത്രിക്കണേ, ഓൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത് നൂലാനോട് ചിലപ്പോൾ പറയും. ഞാൻ 2 ഇട്ടുതരാം. നീ ചോദിച്ചോ, 100 കണക്കിൻ്റെ അടുത്ത് ഉണ്ടേനോ? ആര് ചോദിച്ചാലും ഉണ്ട്. സെറ്റപ്പിലല്ലേ? കണ്ടോ? എന്നിട്ട് ഇതിന് മറുപടി പറയും. ഇത് വലിയ ആളായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കല്ലേ? ആദ്യം ഇജ്ജ് സംസ്കാരം പഠിക്കടൂ, എൻ്റെ ഒപ്പമുള്ളവരെ സംസ്കാരം പഠിപ്പിക്കടൂ. എൻ്റെ ഷെയ്ഖിനോട് പഠിപ്പിക്കാൻ പറയും. കുഞ്ഞാമീനി അൻവരിനൊക്കെ ഓര് രണ്ടാളും പറഞ്ഞ 2 തെറി ഞാൻ കാണിച്ചു തരാം. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ ഒരു നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഉൽ ഫുസാക്കിലെ 1ാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാസ്പത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമോ? ഈ സംസ്കാരം ഇവിടുന്ന് കിട്ടിയതാ? ഇതാര് പഠിപ്പിച്ചതാ? ഇതെൻ്റെ ഷെയ്ഖ് പഠിപ്പിച്ചതാ? പച്ച തോന്നിയാസം നിങ്ങളവിടെയൊക്കെ മക്കരപ്പറമ്പിൽ ചിലപ്പം പൈക്കള എൻ്റെ അടുത്തേക്ക് കയറി കൊണ്ടല്ലേ? മൃഗാശുപത്രിക്കല്ലേ കയറാം? പുളിയക്കോട് ഉണ്ടല്ലോ, പുളിയക്കോട് ഏതെങ്കിലും പൈക്കക്ക് അങ്ങനത്തെ ആവശ്യത്തിന് വന്നാൽ അൻവരിൻ്റെ അടുത്തേക്ക് കയറാൻ കൊണ്ടുപോകല്ലേ? അനുഭവമല്ലേ വിളിച്ചല്ലേ? മറ്റേ മൈന്ത് കൂടെ അറിയില്ല, തൃശ്ശൂരാണ് കൂട്ടുക. അവിടെ ഏതെങ്കിലും പൈക്കൊക്കെ പൂത്താക്കോ മൂരാക്കൊക്കെ ഇങ്ങനെ ആവശ്യം വന്നാൽ പൈക്കൊക്കെ ആവശ്യം വന്നാൽ ആ മൈന്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ? പിന്നെ ഗുരുവട്ടൂരേ ഉണ്ടല്ലോ വലിയ ആളെ, അവിടെ പശുക്കളോ എരുമാളൊക്കെ ഉണ്ടെങ്കിൽ ഓൻ്റെ അടുത്തേക്ക് കയറി കൊണ്ടല്ലേ അല്ലേ? ഈ സംസ്കാരങ്ങൾ കൂടുന്ന കിട്ടിയത്? ഇത്രത്തോളം ഇവിടെ വേറെ ആരെയും പറയണമെങ്കിൽ ഇതാരങ്ങൾ പഠിപ്പിച്ച്? അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ എത്തിക്കൊണ്ടുവരുമ്പോഴല്ലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മൃഗങ്ങളെ മനുഷ്യന്മാരത്ത് കൊണ്ടുപോകില്ലല്ലോ. ഈ കാലം വരെ നാട്ടിൽ നടപ്പില്ലല്ലോ. അപ്പൊ ഇത് അൻവരിക്ക് കൊടുന്ന കിട്ടിയത്? എൻ്റെ ഷെയ്ഖ് പഠിപ്പിച്ചെടുത്തു. ഓൻ്റെ അടുത്തേക്ക് കയറാൻ ആദ്യം അവിടെ കൊണ്ടുവരല്ലേ, പിന്നെ പുളിയക്കോട്ടേക്കും മക്കരപ്പറമ്പുക്കും മറ്റേ തൃശ്ശൂർ ആണ്ട് മറ്റോ ഓരോ ഇതിക്കും. അല്ല നിങ്ങളെ ഗുരുവട്ടൂരത്തേക്ക് കയറി കൊണ്ടുവരലൊക്കെ പൈക്കളിയും ആടുകളെയും പശു മറ്റൊക്കെ. അതല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ തോന്നിയാസം സ്റ്റേജിൽ കയറി പറയാൻ ധൈര്യം വന്ന് നീ ഒന്നും കൂടി കണ്ടോ? എൻ്റെ കുഞ്ഞേമ്മ സംസ്കാരം പഠിപ്പിക്കാൻ വന്ന് കച്ചി ഞങ്ങളല്ലേ? പക്ഷെ പണി ഉണ്ടാവും കേട്ടോ. എന്താണ് ഈ സൈബർ പോരാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം. എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? അത് തിരിച്ചങ്ങോട്ട് നിന്ന് ചോദിക്കേ, എവിടെ നിന്ന് കിട്ടി സംസ്കാരം? ഞാൻ 2 നട്ടിക്കണേ, ഇഞ്ഞിൻ്റെ 100 കണക്കിനുണ്ട്. ഞാനിപ്പോൾ ജമ്മാക്കണവനെ വെച്ച് തെറികൾ മാത്രം. മനസ്സിലായ എനിക്ക്? നിങ്ങളെ തൊള്ളിയിൽ നിന്ന് വരുന്ന തെറികൾ മാത്രം ജമ്മാക്കുക. അത് 1.5 ഉണ്ടായിരുന്നു, ഇപ്പം ചാക്ക് കണക്കിനായി. ഇപ്പോൾ സ്റ്റോക്കായി. ചാക്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടിച്ചിക്കുക, ആവശ്യത്തിന് ഇങ്ങനെ തരും. മനസ്സിലായോ? ചങ്ങായി ഇട്ടാ തീരൂല ചങ്ങായി, അത്ര മാത്രം ഉണ്ട്. അതാ ഞാൻ ഇടാത്ത്. മനസ്സിലായ എനിക്ക്? എന്നിട്ട് സംസ്കാരം പഠിപ്പിക്കാൻ വന്നു വെച്ച് അനക്കും എൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് എവിടെ കിട്ടിയാണ് സംസ്കാരം? ആരെങ്കിലെങ്ങനെ ഇത്ര തോന്നിവാസം ഞങ്ങൾ തലയിൽ കെട്ടിക്കാണ്ട്
ഇതങ്ങനെ ഞങ്ങളെ ഉസ്താദന്മാർ തിരിച്ചു പറഞ്ഞെന്ന് കാണിച്ചു തരുമോ? ഇത്രയൊക്കെ പുസ്തകന്മാരെ ഹയവാനിൽ നിന്നും ഇബ്ലീസിൽ നിന്നും അബൂജാഹിലിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും ദജ്ജാലിൽ നിന്നും മൊയന്തിൽ നിന്നും ഇനി എന്താ വിളിക്കാൻ ബാക്കി? ഒക്കെ ക്ലിപ്പിൻ്റെ അടുത്തുണ്ട്. സർവ ഇജടക്കം കുഞ്ഞഹമ്മദും നൗഷാദും അൻവരിയും ഈ 3 സാധനങ്ങൾ എൻ്റെ ഷെയ്ഖും ഷെയ്ഖല്ല പരമളസ്ഥാനം ഹംക്കെന്ന് വിളിച്ച് എ പി സ്ഥാനം തന്തയെ വിളിച്ച് മോനെ തന്തൻ്റെ പ്രായമുണ്ട് ഉസ്താദിനും പരമളസ്ഥാനൊക്കെ അത് വിളിച്ചില്ലേ? അതാണ് മൂല്യര് നിന്ന് വത്തിയാൽ കുട്ടികൾ മരം കയറി പാത്തുന്നല്ല കുഞ്ഞമ്മന്നില്ല. അതാണ് ഈ കാണണ്ടേ. നിങ്ങളത് ദീനല്ലടോ, സുന്നത്തമായത്തും അല്ല ദീനും അല്ല, ഒരു വലക്കല്ലടോ. ഈ ജാതി തോന്നിയ ദിവസം പറഞ്ഞോ എത്ര ഞങ്ങൾ ഇന്നലെ കാണിച്ചു. ഇന്നലെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അതിന് മുമ്പ് എത്ര കാണിച്ചു. ആരെങ്കിലും വിളിക്കാത്ത എന്നാൽ തിരിച്ചിങ്ങളെ വിളിച്ച ക്ലിപ്പിട്ട് പറടാ. ആൺകുട്ടിയാണെങ്കിൽ പറയും. ഇജിങ്ങനെ പറയണ്ടല്ലോ ഞങ്ങൾ തെറി വിളിച്ചു പറയും കേട്ടെ. ക്ലിപ്പിട്ട് പറയും. ഏതെങ്കിലും സാധാരണക്കാർ പറഞ്ഞാൽ പോരാ. സാധാരണക്കാർ നിങ്ങളാണ് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾ ഓല ഉസ്താദന്മാരെ ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ ചെറുങ്ങനാണ്ട് തരൂല്ലേ? അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടാവും. വിളിക്കണമല്ലോ. അല്ല നിങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കേ. നിങ്ങൾ വല്ല മൂലയന്മാർ 4 മൂലയന്മാർ ഇങ്ങനെ തലയിൽ കെട്ടിട്ടിക്കാണ്ട് തോന്നിയാസം ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ ആരെയും വിളിച്ചില്ലേ? ആദ്യം നിങ്ങൾ നിർത്തുക. അപ്പോൾ ഓല് നിർത്തും. എന്നിട്ട് സംസ്കാരം പഠിപ്പിക്കുക. ആരാജ് പഠിപ്പിക്കുന്ന സംസ്കാരം? ഞങ്ങളെ ആദ്യം സംസ്കാരം ഉണ്ടാകാൻ നോക്ക്, നന്നാകാൻ നോക്ക്. ആദ്യം തൊള്ളൊക്കെ നന്നാകാൻ നോക്ക്. കക്കൂസാണ് ഇപ്പൊ 3ന്റെയും തൊള്ള. കക്കൂസാന്ന് ഞാൻ വെറുതെ എൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. ഇതൊന്ന് ചോദിക്കുക. ഞങ്ങളെ തൊള്ള കക്കൂസാണ്, എൻ്റെ തെളിവുണ്ടോ? മണിയായിട്ട് കാണിച്ചു തരും. ആരെ മുമ്പിൽ വെക്കാൻ നമ്മൾ തയ്യാറാ? ഏത് നിഷ്പക്ഷമതിയായ ആൾക്കാരെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇനി പോട്ടെ. എൻ്റെ പാണക്കാട് തെങ്ങന്മാരെ ഇത് വലിയ മഹത്വം പറയണ്ടല്ലോ. പാണക്കാട് തെങ്ങന്മാരത്തിൽ കൊണ്ടുപോകാം നമ്മൾ. ഈ പറഞ്ഞ ക്ലിപ്പുകളായിട്ട് പോവുക. എന്നിട്ട് പാണക്കാട് പോവുക. ഞാനും പോരാ, ഞങ്ങളെ കൂടുതലുള്ള ആളുകളും പോരാ. എന്നിട്ട് ഇത് തെറിയാണോ അല്ലേ ഓലെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് ഓലെ മധ്യസ്ഥനാക്കാം. എനിക്കിപ്പോൾ സ്വീകാര്യനല്ലോ. ഓലും ആട്ടുങ്ങൾ അവിടുന്ന് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ. ഇതുകൾ നിർത്തില്ലാതെ രക്ഷമില്ല. ഞങ്ങൾ നിർത്തിക്കും നിങ്ങളെ കൊണ്ട്. കണ്ടോ, വൈകാതെ നിങ്ങൾ ഈ ജാതി തോന്നിയ സംഭവമൊക്കെ നിർത്തേണ്ടി വരും. ആ സമൂഹം വിലയിരുത്തുന്നുണ്ടോ? ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പറ്റി. നിങ്ങളെ നിലവാരം ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്.